ട്രാവൽ താരൂക്കിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിൽക്കുന്നത് വാഗമണ്ണിലാണ്. വാഗമൺ എന്ന് പറഞ്ഞാലും വാഗമൺ കുട്ടിക്കാനത്തിൻ്റെ ഇടയ്ക്ക് കടുവാപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് കറക്റ്റായിട്ട് നിൽക്കുന്നത്. തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ ഒക്കെ കിട്ടുന്ന സ്വിമ്മിംഗ് പൂളോട് കൂടിയ ഒരു അടിപൊളി ഹോം സ്റ്റേ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇവിടെ ഒരു 3 ബെഡ്റൂമിൻ്റെ 4 ബെഡ്റൂമിൻ്റെ ആയിട്ടുള്ള 2 ഹോം സ്റ്റേകളാണ് ഉള്ളത്. അതായത് ഒരു ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ 3 ബെഡ്റൂം, ഒരു ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ 4 ബെഡ്റൂമാണ് ഉള്ളത്. ഇപ്പോൾ 3 ബെഡ്റൂം മാത്രമായിട്ടാണ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ബുക്ക് ചെയ്യാം. അതിന് സെപ്പറേറ്റ് കോമ്പൗണ്ടൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് പ്രൈവസിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ 4 ബെഡ്റൂം ആണെങ്കിൽ നമുക്കതും സെപ്പറേറ്റ് ആയിട്ട് ബുക്ക് ചെയ്യാം. അതിനും ഈ പറയുന്ന സെപ്പറേറ്റ് കോമ്പൗണ്ടൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് ഈ പറയുന്ന ഒരു പ്രൈവസിക്ക് കുഴപ്പം അതിനില്ല. ഇനി അതല്ല 7 ബെഡ്റൂമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ 2 പ്രോപ്പർട്ടി നമുക്ക് ഒന്നിച്ച് ബുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് 7 ബെഡ്റൂം നമുക്ക് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. നമുക്ക് ഫുഡ് കുക്ക് ചെയ്ത് തരാൻ വേണ്ടി ഇവിടെ ഒരു കെയർ ടേക്കറുണ്ട്. അപ്പോൾ തലേദിവസം നമ്മൾ പറഞ്ഞാൽ മതി എന്തൊക്കെ ഫുഡാണ് വേണ്ടതെന്നുള്ള അവിടെ കുറച്ച് മെനുകളുണ്ട്. ആ മെനുവിലുള്ള ഫുഡുകളാണ് കുക്ക് ചെയ്ത് തരുന്നത്. അതായത് ഫ്രൈഡ് റൈസ്, ചപ്പാത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ചില്ലി ചിക്കൻ അല്ലെങ്കിൽ ബീഫ് ഫ്രൈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ അവിടെ ചെയ്ത് തരുന്നതാണ്. ക്യാമ്പ് ഫയർ അതുപോലെ ബാർബിക്യൂ ഫെസിലിറ്റിയൊക്കെ ഇവിടെയുണ്ട്. നമുക്ക് മ്യൂസിക് സിസ്റ്റമൊക്കെ അവർ തരും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ പറയുന്ന ബാർബിക്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് പാട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി ഫാമിലിക്കും ബാച്ചിലേഴ്സിനും ഒരുപോലെ പറ്റിയ ഹോം സ്റ്റേ ആണ്. കാരണം ചില ഹോം സ്റ്റേയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ബാച്ചിലേഴ്സിന് മാത്രം പറ്റുന്നതാണ്. ഈ പറയുന്ന വലിയ നീറ്റ്നെസ് ഒന്നും കാണത്തില്ല. പക്ഷേ ഈ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യം അങ്ങനെയല്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത പ്രോപ്പർട്ടിയാണ്. എല്ലാ റൂമിനും സെപ്പറേറ്റ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രൈവസിക്കും ഒന്നും ഒരു കുഴപ്പമില്ല. അപ്പം ബാച്ചിലേഴ്സിനായാലും ഫാമിലിക്കായാലും ഒരുപോലെ വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി. ഇതിൻ്റെ പേര് ഞാൻ പറയാൻ മറന്നുപോയി. ഇതിൻ്റെ പേരാണ് 4 സീസൺ എന്നാണ് പേര്. ലൊക്കേഷൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പറയുന്ന വാഗമണ്ണിനും കുട്ടിക്കാനത്തിനും ഇടയ്ക്ക് കടുവാപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. 7 ബെഡ്റൂമായിട്ട് നമുക്ക് ടോട്ടൽ എടുക്കാൻ പറ്റുമ്പോൾ നമുക്ക് മാക്സിമം ഒരു 10, 28, 30 പേരെയൊക്കെ എക്സ്ട്രാ ബെഡൊക്കെ വെച്ച് സുഖമായിട്ട് നമുക്കിവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ 3 ബെഡ്റൂം വില്ലാണെങ്കിൽ ഒരു 6 പേർക്ക് ഏകദേശം താമസിക്കാൻ വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. എക്സ്ട്രാ ബെഡ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എമൗണ്ട് വേറെ വരും. അതുപോലെ 4 ബെഡ്റൂമിൻ്റെ വില്ലയ്ക്കകത്ത് ഒരു 8 പേർക്ക് താമസിക്കാൻ വരുന്ന എമൗണ്ട് 12,000 റുപ്പീസാണ്, 12,000 രൂപയാണ്. കുറച്ച് ആൾക്കാരൊക്കെ എക്സ്ട്രാ ബെഡൊക്കെ ഇട്ട് നമുക്ക് താമസിക്കാനുള്ള ഓപ്ഷനും അതിൻ്റെ അകത്ത് ഉണ്ട്. ഈ പറയുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അപ്രോക്സിമേറ്റ് ഐഡിയയ്ക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന റേറ്റാണ്. ഇത് സീസൺ അനുസരിച്ച് റേറ്റ് കുറയുകയും കൂടുകയൊക്കെ ചെയ്യും. അപ്പം ഏറ്റവും നല്ല ഡിസ്കൗണ്ട് റേറ്റ് കിട്ടാൻ വേണ്ടി താഴെ കാണുന്ന അലോക് ട്രാവൽസിൻ്റെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. ഏറ്റവും നല്ല ബെസ്റ്റ് റേറ്റാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. ഈ പറഞ്ഞ 2 ഹോം സ്റ്റേക്കുമായിട്ട് ഒരു കോമൺ സ്വിമ്മിംഗ് പൂളാണ് ഉള്ളത്. അപ്പോൾ 2 ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളാണ് അവിടെ സ്റ്റേ ചെയ്യുന്നതെങ്കിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ ടൈം ഡിവൈഡ് ചെയ്ത് കൊടുക്കും. എന്ന് വെച്ചാൽ ഒരു 3 മണിക്കൂർ ഒരു ടീമിന്, 3 മണിക്കൂർ ഒരു ടീമിന് അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ കൊടുത്തുള്ള ഗുണമെന്ന് പറയുന്നത് ഈ കിട്ടുന്ന സമയത്ത് പ്രൈവറ്റായിട്ട് നമുക്ക് ആ സ്വിമ്മിംഗ് പൂൾ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. സ്വിമ്മിംഗ് പൂളിൽ നിന്നുള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. കാരണം ഫുൾ തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ ആണ്. അതുപോലെ ഈ പറയുന്ന പ്രോപ്പർട്ടിയിൽ നിന്ന് മോർണിംഗ് ഈവനിങ് കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. നിലവിൽ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അടിപൊളി ടീ എസ്റ്റേറ്റിൻ്റെ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം മതി നമുക്ക് ഈ വില്ലേജിലോട്ട് കയറിയിട്ട് ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണാം. നമുക്കിവിടെ 4 ബെഡ്റൂമും 3 ബെഡ്റൂമും ഉള്ള 2 ഇതാണുള്ള കോട്ടേജാണുള്ളത്. ഞാൻ പറഞ്ഞു ഇതാണ് ഇവിടെ 3 ബെഡ്റൂം കോട്ടേജ്, അതാണ് 4 ബെഡ്റൂം കോട്ടേജ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രൈവറ്റായിട്ടുള്ള ഏരിയ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ ആണ് നല്ല തേയിലത്തോട്ടത്തിൻ്റെ അടിപൊളി വ്യൂ ആണുള്ളത്. നമുക്ക് പ്രൈവറ്റ് പൂൾ ഫെസിലിറ്റി ഉണ്ട്. ആ കാണുന്നതാണ് നമ്മുടെ പ്രൈവറ്റ് പൂള്. അവിടെ നിന്നായാലും കിട്ടുന്ന വ്യൂ എന്ന് പറയുന്ന ഈ പറയുന്ന തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റിൻ്റെ അകത്തോട്ട് കയറിയിട്ടൊന്ന് കാണാം. ഇതാണ് ഇതിൻ്റെ സിറ്റ് ഔട്ട് ഏരിയ. ഇവിടെ നിന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം എത്തുന്നത് ഇങ്ങനെയുള്ളൊരു ലിവിങ് സ്പേസിലോട്ടാണ് നമ്മൾ എത്തുന്നത്. നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തേക്കുന്ന ഏരിയയാണ്. അത്യാവശ്യം ഒരു 8 പേർക്കൊക്കെ സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മളിത് ഇങ്ങനെ ഒരു ഡൈനിങ് സ്പേസിലോട്ട് എത്തും. ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ്. നല്ല സ്പേസോട് കൂടി തന്നെ ചെയ്തേക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നമ്മുടെ ഡൈനിങ് ടേബിൾ ഉണ്ട്. 3 റൂമും 3 അറ്റാച്ച്ഡ് ബാത്റൂമാണുള്ളത്. ഇതാണ് 1ാമത്തെ റൂം, ഇത് 2ാമത്തെ റൂം, ഇത് 3ാമത്തെ റൂം. ഇതിലോട്ട് കയറി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്ന ഈ ഒരു വ്യൂ ആണ്. നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത്. ഫാമിലിക്കും ബാച്ചിലേഴ്സിനൊക്കെ അടിപൊളിയായിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് ഇതിൻ്റെ വാഷ്റൂമും. അതൊക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണ് അവർ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഹാൻഡ് വാഷിന് വേണ്ടിയുള്ള ഫെസിലിറ്റിയൊക്കെ ഇവിടെയാണ് ഉള്ളത്. ഇതാണ് ഇവിടുത്തെ 2ാമത്തെ റൂം. നേരത്തെ കണ്ടുപോലെ തന്നെ നല്ല സ്പേസോട് കൂടി തന്നെയുള്ള ഒരു റൂമാണ്. ബെഡൊക്കെ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വാഷ്റൂം എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതും നേരത്തെ കണ്ടുപോലെ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തേക്കുന്ന വാഷ്റൂമാണ്. ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം ഉള്ളത്. പിന്നെ ഇതൊന്നും അധികം കയറി ഷൂട്ട് ചെയ്യുന്നില്ല, കാരണം നേരത്തെ കണ്ടുപോലെ തന്നെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബെഡ്റൂമും ഒരു വാഷ് ഏരിയ ആണുള്ളത്.
അപ്പോൾ ബാച്ചിലേഴ്സ് ആയിട്ടായാലും ഫാമിലി ആയിട്ടായാലും വന്നാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ പ്രൈവസി ഒക്കെ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ്. മ്യൂസിക് സിസ്റ്റം, TV ഒക്കെ ഉണ്ട്. നമ്മുടെ 4 ബെഡ്റൂമിലോട്ട് കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ ആണ്. ഇവിടെ ഇരിക്കാൻ വേണ്ടിയുള്ളൊരു ടേബിളും ഒരു സെറ്റിയൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിവിടെ നമുക്ക് ക്യാമ്പ് ഫയർ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തൊക്കെ മ്യൂസിക് കേൾക്കാൻ വേണ്ടിയുള്ള മ്യൂസിക് സിസ്റ്റമാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്പേസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ആൾക്കാർ വന്നാൽ പോലും അവിടെയും ഈ ഒരു ചെയറും ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഫുള്ളിവിടെ ഇരിക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട്. 4 ബെഡ്റൂമാണുള്ളത്. 2 ബെഡ്റൂം താഴെയാണ്. ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്, ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ഇതിങ്ങനെ കിടക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ വന്ന് സ്റ്റേ ചെയ്താണ്. പിന്നെ ഇപ്പോൾ അവരെ കൊണ്ട് ക്ലീൻ ചെയ്യിക്കണ്ടല്ലോ എന്ന് വെച്ച് ഇങ്ങനെ തന്നെ അങ്ങ് എടുക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ബെഡ്റൂം. ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇതാണ് വാഷ്റൂം. അങ്ങനെ 4 വാഷ്റൂം, സെപ്പറേറ്റ് 4 വാഷ്റൂം ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട്. 4 റൂമിനും 4 അറ്റാച്ച്ഡ് ആയിട്ടുള്ള വാഷ്റൂം ഉള്ളതാണ്. ഇതൊരു ബെഡ്റൂം. പിന്നെ അതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇതാണ് ഈ പറയുന്ന ബെഡ്റൂമിലൂടെ കയറുമ്പോൾ കിട്ടുന്ന വ്യൂ. പിന്നെ അധികം ഷൂട്ട് ചെയ്യേണ്ട കാര്യമില്ല, കാരണം എല്ലാ ബെഡ്റൂമും ഏകദേശം ഒരുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ള 2 ബെഡ്റൂമുള്ളത് ഈ ഒരു ടോപ്പിലാണ്. ഈ ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമ്മളവിടെ എത്തും. ഈ ടോപ്പിലോട്ട് എത്തിക്കഴിയുമ്പോൾ ഇവിടെ 2 ബെഡ്റൂമുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. ഇവിടെയാണ് ഡൈനിങ് ഏരിയ എന്നൊക്കെ കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞാലും ഈ ഒരു പറയുന്ന തേരക്കാടുകളുടെ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബെഡ്റൂം എന്ന് പറയുന്ന ഈ ഒരു ബെഡ്റൂമാണ്. ഇതാണ് ബെഡ്റൂം. ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. ഇതാണ് ഇതിൻ്റെ ഒരു ബാൽക്കണി സ്പേസ് വരുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഈ മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. അത് നമ്മുടെ സ്വിമ്മിംഗ് പൂളാണ് കാണുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് തേയിലത്തോട്ടത്തിൻ്റെ ഒക്കെ നല്ല അടിപൊളി വ്യൂ ആണ്. ഇത് സ്പേസുള്ളൊരു ബാൽക്കണിയാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കൊരു നൈറ്റ് സമയം താഴെ ഇരിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇവിടെ നമുക്ക് ചെയറൊക്കെ ഇട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു വാഷ് ബേസിനൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ഇവിടെയാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം. പിന്നെ അതൊന്നും അധികം ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം 4 ബെഡ്റൂമും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂം. അപ്പോൾ അധികം ഞാൻ കയറി ഷൂട്ട് ചെയ്യുന്നില്ല, കാരണം നേരത്തെ ഉള്ള ബെഡ്റൂമൊക്കെ പോലെ തന്നെയാണ് ഇത്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ ടോട്ടൽ 7 ബെഡ്റൂമാണുള്ളത്. 2 കോട്ടേജായിട്ട്, ഒന്ന് ഞാൻ നിൽക്കുന്ന 4 ബെഡ്റൂം കോട്ടേജും പിന്നെ ഒന്ന് ആ ബാക്കി കാണുന്ന 3 ബെഡ്റൂം കോട്ടേജും. അപ്പോൾ ഒരു 7 റൂമൊക്കെ ആവശ്യമുള്ള ആൾക്കാർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ല ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഇനി 3 റൂം മതിയെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി മാത്രമായിട്ട് എടുക്കാം. 4 റൂം മതിയെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി ആയിട്ട് എടുക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് പുതിയൊരു വീഡിയോ കൊണ്ട് കാണാം. അതുകൊണ്ട് എല്ലാവർക്കും ബൈ. ബുക്ക് ചെയ്യേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും നല്ല സ്പെഷ്യൽ റേറ്റ്, ഏറ്റവും നല്ല സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ. For flight ticket, tour packages, hotel bookings and travel insurance, contact Alok Tours and Travels, Cochin and Kottayam.